നമസ്കാരം, എല്ലാവർക്കും ആദീസ് PSC ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഹിസ്റ്ററി തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ. കൊണാർക്കിലെ സൂര്യക്ഷേത്രം പണിതത് ആരുടെ ഭരണകാലത്താണ്? നരസിംഹദേവൻ. കൊണാർക്കിലെ സൂര്യക്ഷേത്രം പണിതത് ആരുടെ ഭരണകാലത്താണ്? നരസിംഹദേവൻ. ബംഗാളി ഭാഷയിൽ സംവാദ് കൗമുദി എന്ന ദിനപത്രം ആരംഭിച്ചത് രാജാറാം മോഹൻ റായ്. ബംഗാളി ഭാഷയിൽ സംവാദ് കൗമുദി എന്ന ദിനപത്രം ആരംഭിച്ചത് രാജാറാം മോഹൻ റായ്. 1875 ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന ആരുടെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത്? 1875 ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന ആരുടെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത്? സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന സ്ഥാപിതമായത്. ഇന്ത്യൻ വംശജർക്ക് ഉയർന്ന ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് മാത്രമായി ഏർപ്പെടുത്തിയ സിവിൽ സർവീസ് നിർത്തലാക്കിയത് ഏത് വൈസ്രോയിയായിരുന്നു? ലാൻസ്ഡൗൺ. ഇന്ത്യൻ വംശജർക്ക് ഉയർന്ന ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് മാത്രമായി ഏർപ്പെടുത്തിയ സിവിൽ സർവീസ് നിർത്തലാക്കിയത് ഏത് വൈസ്രോയിയായിരുന്നു? ലാൻസ്ഡൗൺ ആണ് ഇന്ത്യക്കാർക്ക് മാത്രമായി ഏർപ്പെടുത്തിയ സിവിൽ സർവീസ് നിർത്തലാക്കിയത്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് പദവിയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ SP സിൻഹ. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് പദവിയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ SP സിൻഹ. ബഹിഷ്കൃതരഹിതകാരിണി സഭ സ്ഥാപിച്ചത് ഡോക്ടർ BR അംബേദ്കർ. ബഹിഷ്കൃതകാരിണി സഭ സ്ഥാപിച്ചത് ഡോക്ടർ BR അംബേദ്കർ. സങ്കീർത്തനങ്ങളാണ് ദൈവത്തെ പ്രാപിക്കാനുള്ള ഏക മാർഗം എന്ന് വിശ്വസിക്കുകയും ഗോസായി എന്ന മതവിഭാഗം സ്ഥാപിക്കുകയും ചെയ്തത് ചൈതന്യ മഹാപ്രഭു. സങ്കീർത്തനങ്ങളാണ് ദൈവത്തെ പ്രാപിക്കാനുള്ള ഏകമാർഗം എന്ന് വിശ്വസിക്കുകയും ഗോസായി എന്ന മതവിഭാഗം സ്ഥാപിക്കുകയും ചെയ്തത് ചൈതന്യ മഹാപ്രഭു. ഷഹീദ് ഇ ആസാം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ്. ഷഹീദ് ഇ ആസാം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ്. അജാതശത്രു സ്ഥാപിച്ച നഗരം പാടലീപുത്രം. അജാതശത്രു സ്ഥാപിച്ച നഗരം പാടലീപുത്രം. കൽക്കട്ട ഹിന്ദു കോളേജ് സ്ഥാപിതമായ വർഷം 1817. കൽക്കട്ട ഹിന്ദു കോളേജ് സ്ഥാപിതമായ വർഷം 1817. 1940-41 നടന്ന വ്യക്തി സത്യാഗ്രഹത്തിലേക്കായി ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യ സത്യാഗ്രഹി ആരായിരുന്നു? ആചാര്യ വിനോബ ഭാവെ. 1940-41 നടന്ന വ്യക്തി സത്യാഗ്രഹത്തിലേക്കായി ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യ സത്യാഗ്രഹി ആരായിരുന്നു? ആചാര്യ വിനോബ ഭാവെ. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ചതാര്? ചോഡ ഗംഗാദേവൻ. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ചതാര്? ചോഡ ഗംഗാദേവൻ. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947-48. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947-48 കാലഘട്ടത്തിൽ. ഏത് രാജ്യക്കാരിൽ നിന്നാണ് ബ്രിട്ടീഷുകാർക്ക് ബോംബെ ലഭിച്ചത്? പോർച്ചുഗീസുകാർ. ഏതു രാജ്യക്കാരിൽ നിന്നാണ് ബ്രിട്ടീഷുകാർക്ക് ബോംബെ ലഭിച്ചത്? പോർച്ചുഗീസുകാർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു? വെള്ളിയാഴ്ച. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു? വെള്ളിയാഴ്ച. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് അരുണാചൽ പ്രദേശ്. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് അരുണാചൽ പ്രദേശ്. 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ AC മജുംദാർ. 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മജുംദാർ. ഗാന്ധിജിയുടെ പേരിൽ അമ്പലമുള്ളത് ഏത് സ്ഥലത്താണ്? സാമ്പൽപൂർ.
ഗാന്ധിജിയുടെ പേരിൽ അമ്പലമുള്ളത് ഏത് സ്ഥലത്താണ്? സാമ്പൽപൂർ, ഒഡീഷ. ഇന്ത്യയിൽ സഹന സമരത്തിന് തുടക്കം കുറിച്ചത് ആര്? അരവിന്ദ ഘോഷ്. ഇന്ത്യയിൽ സഹന സമരത്തിന് തുടക്കം കുറിച്ചത് അരവിന്ദ ഘോഷ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ചിദംബരം പിള്ള. GS അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ് എന്നിവരുടെ മേൽനോട്ടത്തിൽ 1878 പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ദ ഹിന്ദു. GS അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ് എന്നിവരുടെ മേൽനോട്ടത്തിൽ 1878 പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ദ ഹിന്ദു. വിജയനഗര സാമ്രാജ്യത്തിനും ബാഹ്മിനി സാമ്രാജ്യത്തിനുമിടയിൽ ഉണ്ടായിരുന്ന റേച്ചൂർ കോട്ടയ്ക്കു വേണ്ടി നടന്ന യുദ്ധം റേച്ചൂർ യുദ്ധം. വിജയനഗര സാമ്രാജ്യത്തിനും ബാഹ്മിനി സാമ്രാജ്യത്തിനുമിടയിൽ ഉണ്ടായിരുന്ന റേച്ചൂർ കോട്ടയ്ക്കു വേണ്ടി നടന്ന യുദ്ധമാണ് റേച്ചൂർ യുദ്ധം. ആദ്യകാല ഗുപ്ത തലസ്ഥാനം ഏതായിരുന്നു? പ്രയാഗ്. ആദ്യകാല ഗുപ്ത തലസ്ഥാനം ഏതായിരുന്നു? പ്രയാഗ്. ഏത് ഭക്തിദർശന വിഭാഗക്കാരുടെ രചനയാണ് ദ്രാവിഡവേദം എന്നറിയപ്പെടുന്നത്? നായനാർ. ഏത് ഭക്തിദർശന വിഭാഗക്കാരുടെ രചനയാണ് ദ്രാവിഡവേദം എന്നറിയപ്പെടുന്നത്? നായനാർ. ഏത് ഭക്തിദർശന വിഭാഗക്കാരുടെ രചനയാണ് ദ്രാവിഡവേദം? നായനാർമാർ. കൊച്ചിയിൽ നടന്ന പാലിയം സത്യാഗ്രഹത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സി കേശവൻ. കൊച്ചിയിൽ നടന്ന പാലിയം സത്യാഗ്രഹത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സി കേശവൻ. അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചതാരെ? മിർസ ഗുലാം അഹമ്മദ്. അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചതാരെ? മിർസ ഗുലാം അഹമ്മദ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കപ്പെട്ടത് റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കപ്പെട്ടത് റോബർട്ട് ക്ലൈവ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഗവർണർ ജനറൽ വെല്ലസി പ്രഭു. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഗവർണർ ജനറലാണ് വെല്ലസി പ്രഭു. ശ്രീ പെരുമ്പത്തൂരിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആചാര്യൻ രാമാനുജാചാര്യൻ. ശ്രീ പെരുമ്പത്തൂരിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനായിരുന്നു രാമാനുജനാചാര്യൻ. കന്നഡയിലെ ആദ്യ കവയത്രിയും ശിവഭക്തയുമായ സന്യാസിനി അക്ക മഹാദേവി. കന്നഡയിലെ ആദ്യ കവയിത്രിയും ശിവഭക്തയുമായ സന്യാസിനി അക്ക മഹാദേവി. സമ്പൂർണ്ണ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായണൻ. സമ്പൂർണ്ണ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായണൻ. ജുനഗഡ് ശിലാലിഖിതവുമായി ബന്ധപ്പെട്ട ഭരണാധികാരി രുദ്രാദാമൻ. ജുനഗഡ് ശിലാലിഖിതവുമായി ബന്ധപ്പെട്ട ഭരണാധികാരി രുദ്രാദാമൻ. ജാട്ടുകളുടെ പ്ലേറ്റോ എന്നറിയപ്പെടുന്നത് സൂരജ്മൽ. ജാട്ടുകളുടെ പ്ലേറ്റോ എന്നറിയപ്പെടുന്നത് സൂരജ്മൽ. മറാഠാരുടെ വിധി നിർണയിച്ച യുദ്ധം എന്ന് വിലയിരുത്തപ്പെടുന്നത് മൂന്നാം പാനിപ്പറ്റ് യുദ്ധം. മറാഠാരുടെ വിധി നിർണയിച്ച യുദ്ധം എന്ന് വിലയിരുത്തപ്പെടുന്നത് മൂന്നാം പാനിപ്പറ്റ് യുദ്ധം. പഞ്ചരത്നങ്ങൾ ജീവിച്ചിരുന്നത് ആരുടെ സദസ്സിലാണ്? ലക്ഷ്മണസേനൻ. പഞ്ചരത്നങ്ങൾ ജീവിച്ചിരുന്നത് ആരുടെ സദസ്സിലാണ്? ലക്ഷ്മണസേനൻ. പഞ്ചരത്നങ്ങൾ ജീവിച്ചിരുന്നത് ആരുടെ സദസ്സിലാണ്? ലക്ഷ്മണസേനൻ്റെ. ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ആക്രമിച്ച സുൽത്താൻ മുഹമ്മദ് ഗോറി. ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ആക്രമിച്ച സുൽത്താൻ മുഹമ്മദ് ഗോറി. ഉത്തര ഇന്ത്യയിൽ ഭരണം നടത്തിയ അവസാന ഹിന്ദു ഭരണാധികാരി ഹർഷവർദ്ധൻ. ഉത്തരേന്ത്യയിൽ ഭരണം നടത്തിയ അവസാന ഹിന്ദു ഭരണാധികാരി ഹർഷവർദ്ധൻ. കുത്തബ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ച സ്മാരകം കുത്തബ് മിനാർ. കുത്തബ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ച സ്മാരകം കുത്തബ് മിനാർ. കുത്തബ് മിനാർ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷ്. കുത്തബ് മിനാർ പൂർത്തിയാക്കിയത് ഇൽത്തുമിഷ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഡൽഹി സുൽത്താൻ ഗിയാസുദ്ദീൻ ബാൽബൻ. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഡൽഹി സുൽത്താൻ ഗിയാസുദ്ദീൻ ബാൽബൻ. ഉദ്യോഗസ്ഥർ ഭൂമി പതിച്ചു നൽകുന്ന
ജാഗിർദാരി സമ്പ്രദായം നിർത്തലാക്കിയ സുൽത്താൻ ഗിയാസുദ്ദീൻ ബാൽബൻ. ഉദ്യോഗസ്ഥർ ഭൂമി പതിച്ചു നൽകുന്ന ജാഗിർദാരി സമ്പ്രദായം നിർത്തലാക്കിയ സുൽത്താൻ ഭരണാധികാരി ഗിയാസുദ്ദീൻ ബാൽബൻ. ഉറുദു ഭാഷയുടെ ഹോമർ എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു. ഉറുദു ഭാഷയുടെ ഹോമർ എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ. ഇന്ത്യയെ 17 തവണ ആക്രമിച്ച ഭരണാധികാരി മുഹമ്മദ് ഗസ്നി. ഇന്ത്യയെ 17 തവണ ആക്രമിച്ച ഭരണാധികാരി മുഹമ്മദ് ഗസ്നി. ബൈബിൾ പേർഷ്യൻ ഭാഷയിൽ തർജ്ജമ ചെയ്തത് അബ്ദുൽ ഫസൽ. ബൈബിൾ പേർഷ്യൻ ഭാഷയിൽ തർജ്ജമ ചെയ്തത് അബ്ദുൽ ഫസൽ. ചെങ്കലിലെ ഇതിഹാസം എന്ന് വിളിക്കുന്നത് ഫത്തേപൂർ സിക്രി. ചെങ്കലിലെ ഇതിഹാസം എന്ന് വിളിക്കുന്നത് ഫത്തേപൂർ സിക്രി. വിക്രമാദിത്യ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച മയൂര സിംഹാസനത്തിൽ എത്ര മൈലുകളുണ്ട്? 24. വിക്രമാദിത്യ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച മയൂര സിംഹാസനത്തിൽ എത്ര മൈലുകളുണ്ട്? 24. ഏതു ലോഹത്തിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ടോക്കൺ കറൻസി നടപ്പിലാക്കിയത്? ചെമ്പ്. ഏതു ലോഹത്തിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ടോക്കൺ കറൻസി നടപ്പിലാക്കിയത്? ചെമ്പ്. സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയോ നാണയങ്ങളിൽ പേര് മുദ്രണം ചെയ്യുകയോ ചെയ്യാത്ത സുൽത്താനേറ്റ് വംശമാണ് സയ്യിദ് വംശം. സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയോ നാണയങ്ങളിൽ പേര് മുദ്രണം ചെയ്യുകയോ ചെയ്യാത്ത സുൽത്താനേറ്റ് വംശമാണ് സയ്യിദ് വംശം. ആത്മകഥാകാരന്മാരിൽ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബാബർ. ആത്മകഥാകാരന്മാരിൽ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബാബർ. ഇന്ത്യ ചരിത്രത്തിൽ ഹേമചന്ദ്ര വിക്രമാദിത്യ എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്നത് ഹെമു. ഇന്ത്യ ചരിത്രത്തിൽ ഹേമചന്ദ്ര വിക്രമാദിത്യ എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്നത് ഹെമുവിനെയാണ്. മുഗൾ സേന ചിറ്റൂർ പിടിച്ചടക്കിയപ്പോൾ മേവാറിൻ്റെ തലസ്ഥാനം മാറ്റിയത് ഉദയ്പൂരിലേക്കാണ്. മുഗൾ സേന ചിറ്റൂർ പിടിച്ചടക്കിയപ്പോൾ മേവാറിൻ്റെ തലസ്ഥാനം മാറ്റിയത് എവിടേക്കാണ്? ഉദയ്പൂർ. കാണ്ഡഹാർ മുഗൾ സാമ്രാജ്യത്തിന് നഷ്ടമായത് ആരുടെ ഭരണകാലത്താണ്? ജഹാംഗീർ. കാണ്ഡഹാർ മുഗൾ സാമ്രാജ്യത്തിന് നഷ്ടമായത് ആരുടെ ഭരണകാലത്താണ്? ജഹാംഗീറിൻ്റെ. രാജശേഖര ചിത്രം എന്ന കൃതി ആരുടെ രചനയാണ്? വീരേശലിംഗം. രാജശേഖര ചിത്രം എന്ന കൃതി ആരുടെ രചനയാണ്? വീരേശലിംഗം. ഇന്ത്യയുമായി കച്ചവടബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയുമായി കച്ചവടബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാർ പോർച്ചുഗീസുകാർ. നീലജലനയം ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് ഭരണാധികാരി അൽമേഡ. നീലജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് ഭരണാധികാരി അൽമേഡ. ഇന്ത്യൻ പത്രലോകം ഏത് വ്യക്തിയെ ആണ് എഡിറ്റേഴ്സ് എഡിറ്റർ എന്ന് വിളിച്ചിരുന്നത്? ബാരിസ്റ്റർ G.P. പിള്ള. ഇന്ത്യൻ പത്രലോകം ഏത് വ്യക്തിയെ ആണ് എഡിറ്റേഴ്സ് എഡിറ്റർ എന്ന് വിളിച്ചിരുന്നത്? ബാരിസ്റ്റർ G.P. പിള്ള. ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള അതിർത്തി നിർണ്ണയിക്കാൻ നിയോഗിച്ച ഡ്യൂറൻ കമ്മീഷൻ ആരുടെ കാലത്തായിരുന്നു? ലാൻഡൗൺ പ്രഭുവിൻ്റെ കാലത്ത്. ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള അതിർത്തി നിർണ്ണയിക്കാൻ നിയോഗിച്ച ഡ്യൂറൻ കമ്മീഷൻ ആരുടെ കാലത്തായിരുന്നു? ലാൻഡൗൺ പ്രഭുവിൻ്റെ കാലത്തായിരുന്നു. സെർവൻസ് ഓഫ് ഗോഡ് അഥവാ ഖുദായ് ഖിദ്മത്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സെർവൻസ് ഓഫ് ഗോഡ് അഥവാ ഖുദായ് ഖിദ്മത്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഹിതകാരിണി സമാജം എന്ന സംഘടന ആരംഭിച്ചത് വീരേശലിംഗം. ഹിതകാരിണി സമാജം എന്ന സംഘടന ആരംഭിച്ചത് വീരേശലിംഗം. ഇൽബർട്ട് ബിൽ വിവാദമുണ്ടായത് ഏത് വൈസ്രോയുടെ കാലത്താണ്? റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബിൽ വിവാദം ഉണ്ടായത് ഏത് വൈസ്രോയുടെ കാലത്താണ്? റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത്. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സംയുക്ത സമ്മേളനം നടന്ന സ്ഥലം ലക്നൗ. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സംയുക്ത സമ്മേളനം നടന്ന സ്ഥലം ലക്നൗ. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച നേതാവ് ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്ന്
ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച നേതാവ് ബാലഗംഗാധര തിലക്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ ജാട്ടുകളെ ഒരു രാഷ്ട്രീയ ശക്തിയായി വളർത്തിയെടുത്തത് സൂരജ്മൽ. മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ ജാട്ടുകളെ ഒരു രാഷ്ട്രീയ ശക്തിയായി വളർത്തിയെടുത്തത് സൂരജ്മൽ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞനാണ് ബി.എൻ. റാവു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞൻ ബി.എൻ. റാവു. അലിപ്പൂർ ഗൂഢാലോചന കേസിൽ അരബിന്ദ് ഘോഷിനു വേണ്ടി കോടതിയിൽ ഹാജരായത് സി.ആർ. ദാസ്. അലിപ്പൂർ ഗൂഢാലോചന കേസിൽ അരബിന്ദ് ഘോഷിനു വേണ്ടി കോടതിയിൽ ഹാജരായ വ്യക്തി സി.ആർ. ദാസ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷം 1928. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷം 1928. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസമാണെന്നു പറഞ്ഞത് അരബിന്ദ് ഘോഷ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസമാണ് എന്ന് പറഞ്ഞത് അരബിന്ദ് ഘോഷ്. മുംബൈ സിംഹം എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാവ് ഫിറോസ് ഷാ മേത്ത. മുംബൈ സിംഹം എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാവ് ഫിറോസ് ഷാ മേത്ത. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. മഹർ മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകൻ ബി.ആർ. അംബേദ്കർ. മഹർ മൂവ്മെൻറ്റ് ആരുടെ നേതൃത്വത്തിൽ രൂപീകൃതമായതാണ്? ബി.ആർ. അംബേദ്കർ. വേദഭാഷ്യ രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. വേദഭാഷ്യ രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. വേദഭാഷ്യ സ്വാമി ദയാനന്ദ സരസ്വതി. ഷേർ-ഇ-പഞ്ചാബ് എന്നറിയപ്പെട്ടിരുന്നത് മഹാരാജ രഞ്ജിത് സിംഗ്. ഷേർ-ഇ-പഞ്ചാബ് എന്നറിയപ്പെട്ടിരുന്നത് മഹാരാജ രഞ്ജിത് സിംഗ്. ഓക്കെ, താങ്ക് യു.